ഹലോ എവ്രി വൺ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ലാസ്റ്റ് ക്ലാസ് എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഞാൻ നിങ്ങൾക്ക് 2 വർക്കുകൾ അസൈൻ ചെയ്ത് തന്നിരുന്നു. വർക്കല്ല, അത് നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊളിറ്റിയിൽ പഠിക്കാനുള്ള 2 കാര്യങ്ങളാണ്. അപ്പോൾ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ വായിച്ചതിന് ശേഷം പ്രിയാമ്പിൾ കാണാതെ പഠിക്കണം. ആൻഡ് ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്നറിയാം. അപ്പോൾ അതിൽ ഏതൊക്കെ കൺട്രീസിൽ നിന്ന് എന്തൊക്കെ ഫീച്ചേഴ്സാണ് നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നതെന്നും ബൈ ഹാർട്ട് പഠിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ഇത് ചെയ്തിട്ടുണ്ടാകുമെന്ന്. ആൻഡ് ടുഡേ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് റൈറ്റ്സ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന റൈറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് കുറച്ച് വൈഡായിട്ടുള്ള ഏരിയയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തായാലും തീരില്ല. മാക്സിമം ഞാൻ റൈറ്റ്സ് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ നോക്കാം. DPSP പാർട്ടൊക്കെ വരുന്നുണ്ട് ഈ പാർട്ടിൻ്റെ ലാസ്റ്റിൽ. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തരാം. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ ഒരു ഈ ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ ആർട്ടിക്കിൾ പ്രകാരം ഓർഡറിലല്ല നമ്മളിതിൽ പറയുന്നത്. 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് നമ്മളിതിൽ ഇമ്പോർട്ടൻ്റ്ലി മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഏതൊക്കെ ആർട്ടിക്കിൾ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മളിതിലല്ല പറയുന്നത്. ഇന്ത്യൻ പൊളിറ്റിയിൽ അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇതിൽ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെയാണ് നമ്മൾ കൂടുതലായിട്ടും പുഷ് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. ആൻഡ് അതിൽ തന്നെ വരുന്ന ആർട്ടിക്കിൾ 21 അതുപോലെ ആർട്ടിക്കിൾ 16 അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ഹൈലൈറ്റ് ചെയ്തിട്ടും ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലേ. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കോമ്പോസിഷനിൽ ഗവൺമെൻറ്റിൻ്റെ ഓർഗൻസ്, അതിൻ്റെ ഇൻ്റർ റിലേഷൻഷിപ്പ് ആൻഡ് ദെയർ ഫങ്ഷൻസ്, അത് മാത്രമല്ല നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിന് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് വേറെ ഫാക്ടേഴ്സ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ബേസിക് ആയിട്ടുള്ള വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ആൻഡ് ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് ഡീൽ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ്, വാട്ട് ആർ ദ വേരിയസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ലിസ്റ്റഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ഹൗ ദീസ് റൈറ്റ്സ് ആർ പ്രൊട്ടക്റ്റഡ്, ആൻഡ് ഓൾസോ what role the judiciary has played in protecting and interpreting these rights. That is judicial review. Judicial reviewയുടെ പവർ ഏതിനൊക്കെയാണ് ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാൻ പറ്റുക, ഏതിനൊക്കെ പറ്റില്ല, എക്സെപ്റ്റഡ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ആൻഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ദ DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ മുൻപ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു പോർഷൻ എടുത്ത് തീർന്നിട്ടുണ്ടെങ്കിൽ അത് വായിക്കുക, അത് വായിച്ചതപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് പോവുക, നന്നായി തറോ റീഡിങ് തന്നെ നടത്തുക. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങുകയാണ്. എല്ലാവരും ഇന്ന് തന്നെ ഈ ചാപ്റ്റർ റീഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ എനിക്ക് പറയാനുള്ളത്. അങ്ങനെയാണ്. ഇനി ഇത് ഇമ്പോർട്ടൻസ് ഓഫ് റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അത് 2 എക്സാമ്പിൾസ് ആണ്, അല്ലെങ്കിൽ 2 ഇൻസിഡൻസ് ആണ്. അത് നിങ്ങൾ വായിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും റൈറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയൊക്കെയാണ്, 2 കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് ആ റൈറ്റ്സ് അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് എന്നാണ് അതിൽ മെയിനായിട്ട് മെൻഷൻ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. അതത്ര ഇമ്പോർട്ടൻ്റ് പാർട്ടല്ല, നിങ്ങൾ ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ സ്റ്റോറി പോലെ വായിച്ചാൽ മതി കേട്ടോ. ദെൻ അടുത്ത പേജിലേക്ക് വരുമ്പോൾ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ മുകളിൽ തന്നിട്ടുള്ള 2 എക്സാമ്പിൾസ് എന്ന് പറയുന്നത് എന്താണ് ഫണ്ടമെൻ്റൽ, എന്താണ് റൈറ്റ്സ് ഉള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അതുപോലെ റൈറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ രീതികൾ, എങ്ങനെയാണ് ആക്ച്വലി റൈറ്റ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ആ ഒരു 2 സ്റ്റോറീസിൽ മെയിനായിട്ട് പറയുന്നത്. ആൻഡ് ഒരു ഡെമോക്രാറ്റിക് കൺട്രി എന്നുള്ള നിലയിൽ നമ്മുടെ ഇന്ത്യ എന്തായാലും എല്ലാ റൈറ്റ്സും എല്ലാ മനുഷ്യർക്കും ഈക്വലി അവൈലബിൾ ആണ് എന്നുള്ളത് എൻഷുർ ചെയ്യണം. അത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? നമ്മുടെ ഇന്ത്യയുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എല്ലാ സിറ്റിസൺസിനും ഈക്വലി റൈറ്റ് എൻഷുർ ചെയ്യണം എന്നുള്ളത്. ആൻഡ് അതിന് വേണ്ടിയിട്ട് കുറച്ച് സെറ്റ് ഓഫ് റൈറ്റ്സ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ചിട്ടുണ്ട്. ആൻഡ് സച്ച് ലിസ്റ്റ് ഓഫ് റൈറ്റ്സ് മെൻഷൻഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് കോൾഡ് ദ ബിൽ ഓഫ് റൈറ്റ്സ്. അതിനെയാണ് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് വെച്ചാൽ സിമ്പിളാണ്, എ സെറ്റ് ഓഫ് റൈറ്റ്സ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ബിൽ ഓഫ് റൈറ്റ്സ് എന്താണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ആൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ 1928 മോത്തിലാൽ നെഹ്റു കമ്മിറ്റിയാണ് മെയിനായിട്ടും ഒരു ബിൽ ഓഫ് റൈറ്റ്സ് എന്നുള്ള ഒരു കണ്ടൻറ്റ് മെയിനായിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നത്. അത് എന്തിനായിരുന്നു? അതിൻ്റെ ഒരു ബേസിസിൽ തന്നെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്തതും.
അതായത് ബിൽ ഓഫ് റൈറ്റ്സിൻ്റെ ബേസിസിലാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്തെടുത്തതും. ആൻഡ് അപ്പോൾ നമ്മൾ പറഞ്ഞു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രിപ്പയർ ചെയ്യണമെന്ന്. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഒരുപാട് റൈറ്റ്സ് ബിൽ ഓഫ് റൈറ്റ്സിൻ്റെ ബേസിസിൽ ഒരുപാട് റൈറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തു. ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് കാറ്റഗറി, അതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് വിളിച്ചു. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വയലേറ്റ് ചെയ്യാൻ പാടില്ല ആൻഡ് ഇറ്റ് ഷുഡ് ബി സ്പെഷ്യലി പ്രൊട്ടക്റ്റഡ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഫീച്ചർ ഓഫ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പോൾ ഈ സെൻറ്റൻസ് ഒന്ന് നോക്കൂ ഇവിടെ. The Constitution listed the rights that would be specially protected and called them fundamental rights. അപ്പോൾ എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നുള്ളത് ഈ സെൻറ്റൻസിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ലിസ്റ്റഡ് ദ റൈറ്റ്സ് ദാറ്റ് വുഡ് ബി സ്പെഷ്യലി പ്രൊട്ടക്റ്റഡ്. ഒരു ലിസ്റ്റ് ഓഫ് ആദ്യമേ കുറച്ച് റൈറ്റ്സുകൾ ലിസ്റ്റിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും സ്പെഷ്യലി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട റൈറ്റ്സിൻ്റെ വേറൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തു. അതിനെ എന്തെന്ന് വിളിച്ചു? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് വിളിച്ചു. ആൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ സ്പെഷ്യൽ പ്രൊവിഷൻസ് കൊണ്ടുവന്നു. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, അത് എൻഷുർ ചെയ്യാന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഗവൺമെൻറ്റിന് പോലും വയലേറ്റ് ചെയ്യാനും പറ്റില്ല. ഓക്കെ. ആൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് മറ്റൊരുപാട് റൈറ്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ലീഗൽ റൈറ്റ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ വരുന്നത് ഓർഡിനറി ലോസും ഫണ്ടമെൻ്റൽ റൈറ്റ്സും തമ്മിലുള്ള ഒരു ഡിസ്റ്റിങ്ഷനാണ് വരുന്നത്. ഡിഫറൻസസ് ബിറ്റ്വീൻ ഓർഡിനറി ലോസ് ആൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പക്ഷേ ഒരു ഓർഡിനറി ലോ എടുക്കുന്ന സമയത്ത് അത് എന്താണ് സപ്പോർട്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഒരു ലീഗൽ റൈറ്റ് എടുക്കുകയെന്ന് വയ്ക്കാം. ഒരു ലീഗൽ റൈറ്റ് എടുക്കുന്ന സമയത്ത് അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണ്? ഓർഡിനറി ലോസ് ആണ്. അപ്പോൾ അവിടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ആർക്കാണ് കിട്ടുന്നത്? ഫണ്ടമെൻ്റൽ റൈറ്റ്സിനാണ് കിട്ടുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പോലെ അത്രയും വലിയൊരു അതോറിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന റൈറ്റ്സ് എന്ന് പറയുമ്പോൾ അതിനാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഓർഡിനറി ലോ വേഴ്സസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. ആൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ഡിഫറെൻറ്റ് ഫ്രം അതർ റൈറ്റ്സ് അവൈലബിൾ ടു അസ്. യെസ്, while ordinary legal rights are protected and enforced by ordinary law, fundamental rights are protected and guaranteed by the constitution of the country. First distinction, that is ordinary legal rights protect ചെയ്യുന്നത് ordinary laws ആണ്. fundamental rights protect ചെയ്യുന്നത് constitution ആണ്. and ordinary rights may be changed by the legislature by making ordinary process of law making, but a fundamental right may only be changed by amending the constitution itself. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിനെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത്. അതായത് സാധാരണ ഒരു റൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധാരണ ഓർഡിനറി റൈറ്റ് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ അത് പുതിയതായിട്ടൊരെണ്ണം ക്രിയേറ്റ് ചെയ്യാനോ വേണ്ടിയിട്ട് സാധാരണ ഒരു ലെജിസ്ലേച്ചർ പ്രോസസ്സ് മതി. അതായത് നമ്മുടെ പാർലമെൻറ്റിൽ ലോ മേക്കിംഗ് പാർലമെൻറ്റിനാണല്ലോ ലെജിസ്ലേറ്റീവ് പവർ ഉള്ളത്. അപ്പോൾ ലോ മേക്കിംഗ് സെഷനിൽ സാധാരണ ഒരു ലോ എങ്ങനെയാണോ അല്ലെങ്കിൽ ഒരു റൈറ്റ് എങ്ങനെയാണോ പാസ്സാക്കുക അതേ പ്രൊസീജിയറിൽ ഒരു ഓർഡിനറി റൈറ്റ് പാസ്സാക്കാൻ പറ്റും. പക്ഷേ ഫണ്ടമെൻ്റൽ റൈറ്റ് പാസ്സാക്കണമെങ്കിൽ അല്ലെങ്കിൽ പുതിയതായിട്ടൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് വരണമെങ്കിൽ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫണ്ടമെൻ്റൽ റൈറ്റിന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള അമെൻമെൻറ്റ്സ് പാസ്സാക്കണം. അമെൻമെൻറ്റ്സ് ഇല്ലാണ്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അഷ്വർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ആൻഡ് no organ of the government can act in a manner that violates them. വീണ്ടും ക്ലിയർ ആണ്, യാതൊരുവിധ അതോറിറ്റിക്കും ഈവൻ ഗവൺമെൻറ്റിന് പോലും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ അത് ആരിൽ ബേസ്ഡാണ്? സിറ്റിസൺസിൽ ബേസ്ഡാണ്, മനുഷ്യരിൽ, നമ്മളെ ഇന്ത്യൻ പൗരന്മാരിൽ വെസ്റ്റഡ് ആണ് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ അവകാശങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോട്ടം ചെയ്യപ്പെട്ടാൽ അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് പരമാധികാരിയായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നാമതുണ്ട്. ഈവൻ ഗവൺമെൻറ്റിന് പോലും അത് ക്വസ്റ്റ്യൻ ചെയ്യാനോ അത് റെസിസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് വയലേറ്റ് ചെയ്യാനോ ഉള്ള പവർ ഇല്ല. അതാണ് ഇപ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പോൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരുപാട് പാർട്സ് ഉണ്ട് അല്ലേ. അതിൽ പാർട്ട് 3 നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റി പറയുന്നത്. പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 12 to 35 ആണ് ഡീൽ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ മെയിനായിട്ടും ആർട്ടിക്കിൾ 14 to 32 വരെയാണ് നമ്മൾ നോക്കുന്നത്.
ഓക്കെ, 14 to 18 നോക്കുന്നു, പിന്നെ 19 to 22 നോക്കുന്നു. 16 എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അത് 14 ആണ് കേട്ടോ. ആൻഡ് ആർട്ടിക്കിൾ 19 to 22 നോക്കുന്നു. ദെൻ 25 and 28, 23, 24, 29, 30, 31, 32. 31 എന്നുള്ളത് മാറ്റിയതാണ്. 31ൻ്റെ ABC എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് സെക്ഷൻസ് ഉണ്ട്. അത് നമ്മൾ ഇന്ത്യൻ പൊളിറ്റിയിലാണ് പഠിക്കുക. ഇതിൽ നമ്മൾ അത്രയും വൈഡായിട്ട് പോകുന്നില്ല. ജസ്റ്റ് എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് അറിഞ്ഞിരിക്കാൻ മാത്രം, ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ആർട്ടിക്കിൾ വൈസ് ഒന്നും നമ്മൾ സ്പെഷ്യൽ മെൻഷൻ ചെയ്ത് ഇവിടെ നോക്കുന്നില്ല. എങ്കിലും ഞാൻ ജസ്റ്റ് ആർട്ടിക്കിൾസ് ഞാൻ ഇവിടെ എഴുതിയിട്ടതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്? റൈറ്റ് ടു ഈക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം. ആ ഈക്വാലിറ്റിയുടെ റൈറ്റ്സ് മെയിനായിട്ട് വരുന്നത് ആർട്ടിക്കിൾ 14 to 18 ആർട്ടിക്കിൾ 14 തൊട്ട് 18 വരെയുള്ള ഭാഗങ്ങളിലാണ് ഈ റൈറ്റ് ടു ഈക്വാലിറ്റിയുടെ അണ്ടറിൽ വരുന്ന റൈറ്റ്സ് വരുന്നത്. അപ്പോൾ അതിൽ ഏതൊക്കെയാണെന്ന് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കാം, എന്നിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് വൺ എന്താണ്? റൈറ്റ് ടു ഈക്വാലിറ്റിയിൽ ഫസ്റ്റ് വൺ എന്താണ്? ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. നിയമത്തിന് മുന്നിൽ യാതൊരാൾക്കും യാതൊരുവിധ പരിഗണനയില്ല. പരിഗണനയുണ്ട്, പക്ഷേ അത് തുല്യമായിട്ടായിരിക്കും. അല്ലാതെ ഒരു വ്യക്തിക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു പരിഗണന എവിടെയും കൊടുക്കുന്നില്ല. എവ്രി വൺ ഷുഡ് ബി ഈക്വൽ ബിഫോർ ദ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ. എല്ലാവർക്കും നിയമം ഒരേപോലെ ആയിരിക്കണം അവകാശപ്പെട്ടത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, എന്തെങ്കിലും ഒരു കോണ്ടെക്സ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മാത്രം സംരക്ഷിക്കുക, എനിക്ക് എന്തെങ്കിലും സംരക്ഷണം തരാതിരിക്കുക, അതെന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന റൈറ്റ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഒരിക്കലും സംഭവിച്ചുകൂടാ. അപ്പോൾ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും അതിൽ ഈക്വൽ പ്രൊട്ടക്ഷൻ വേണം. നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും ഈക്വലി അവൈലബിൾ ആയിരിക്കണം, ഒന്നാമത്തെ കാര്യം. ആൻഡ് എല്ലാവരുടെ നിയമം ഈക്വലി പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം. അതാണ് പറയുന്നത് ഈക്വാലിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊഹിബിഷൻ ഓൺ ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട് ഓഫ് റിലീജിയൻ. യാതൊരു വിധത്തിലുള്ള ഡിസ്ക്രിമിനേഷനും പറയാൻ പാടില്ല. ഇവിടെ ഡിസ്ക്രിമിനേഷൻ്റെ കേസ് വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അതിൽ സ്പെഷ്യൽ കുറച്ച് ഗ്രൗണ്ട്സ് വെച്ചിട്ടുണ്ട്. ഇന്ന ഗ്രൗണ്ട്സിലുള്ള ഡിസ്ക്രിമിനേഷൻ മാത്രമാണ് ഇതിൽ പറയുന്നത്. അത് നമുക്ക് നോക്കണം. അപ്പോൾ ഇതിലിപ്പോൾ മെയിനായിട്ട് റിലീജിയനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മതത്തിൻ്റെ പേരിൽ യാതൊരുവിധ ഡിസ്ക്രിമിനേഷനും പാടില്ല. ഒരാൾ സുപ്പീരിയർ, ഒരാൾ ഇൻഫീരിയർ, അങ്ങനെ യാതൊരു വിധത്തിലുള്ള മെജോറിറ്റി മൈനോറിറ്റി കോൺഫ്ലിക്ട്സും റിലീജിയൻ്റെ പേരിൽ പാടില്ല. അതാണ് പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈക്വൽ ആക്സസ് ടു ഷോപ്സ്, ബാത്തിങ് ഗട്ട്സ്, ഹോട്ടൽസ് എക്സെട്ര. ഹോട്ടൽ ആയിക്കോട്ടെ, ബാത്തിങ് ഗട്ട്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ എന്താ പറയുക, ഷോപ്സ് ആയിക്കോട്ടെ, ഈക്വൽ ആക്സസ് ആണ്. എല്ലാവർക്കും കയറി ചെന്ന് സാധനങ്ങൾ മേടിക്കാൻ പറ്റും. എല്ലാവർക്കും പർച്ചേസിങ് പവർ ഉണ്ട്. എല്ലാവർക്കും ജീവിക്കണം അല്ലേ? എല്ലാ മനുഷ്യർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള ആവശ്യമുണ്ട്. നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് യാതൊരാളെയും അവിടെ മാറ്റി നിർത്തപ്പെടരുത്, അല്ലെങ്കിൽ ആരെയും അവിടെ ക്വസ്റ്റ്യൻ ചെയ്യരുത്. ഈക്വൽ ആക്സസിബിലിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടണം. അതാണ് അതിൽ വരുന്ന അടുത്ത റൈറ്റ്. ദെൻ ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ എംപ്ലോയ്മെൻറ്റ്. എംപ്ലോയ്മെൻ്റ് എന്ന് ഇവിടെ മെയിനായിട്ട് പറയുന്നത് പബ്ലിക് എംപ്ലോയ്മെൻ്റ് ആണ്. ദറ്റ് ഈസ് ഗവൺമെൻറ് സർവീസുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റുകൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്ന സമയത്ത് അവിടെ ഈക്വാലിറ്റി കീപ്പ് ചെയ്യണം. യാതൊരുവിധ അൺഈക്വൽ ആയിട്ടുള്ള കാര്യങ്ങളും അവിടെ സംഭവിക്കാൻ വേണ്ടി പാടില്ല. എല്ലാവർക്കും അവരവർക്ക് അവകാശപ്പെട്ട രീതിയിലുള്ള എംപ്ലോയ്മെൻറ്റ് പബ്ലിക് സ്കീമിൽ നൽകുക തന്നെ വേണം. നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് ഒരുപാട് ടൈറ്റിൽസ് ഉണ്ടായിരുന്നു അല്ലേ? ലെഫ്റ്റനൻറ്റ് ജനറൽ, അങ്ങനെ വൈസ്രോയ്, അങ്ങനെ ഒരുപാട് ടൈറ്റിൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈറ്റിൽസ് ഒക്കെ റിമൂവ് ചെയ്യപ്പെടണം. അതെന്നൊക്കെ പറയുന്നത് ഒരു വെസ്റ്റേൺ കൾച്ചറിൻ്റെ പാർട്ടായിട്ടുള്ളതാണ്. നമ്മുടെ ഇന്ത്യൻ കൾച്ചറിന് അതിൻ്റെ ആവശ്യമില്ല. അതാണ് അവിടെ പറയുന്ന ഘടകം എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ എക്സംപ്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ പത്മഭൂഷൺ, പത്മശ്രീ അങ്ങനെയുള്ള ടൈറ്റിൽസ് കൊടുക്കുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഇതിൽ എക്സംപ്റ്റഡ് ആണ്, ഇതിൽ പെടുന്ന കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഒരാളുടെ അച്ചീവ്മെൻറ്റ്സിൻ്റെ പേരിൽ കിട്ടുന്നതാണ്. ഇപ്പോൾ ലിറ്ററേച്ചറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ, ഇപ്പോൾ സിംഗിങ് ആവാം, ഡാൻസിങ് ആവാം, അങ്ങനെയുള്ളവർക്ക് അവരുടെ കഴിവിൻ്റെ ഒരു അംഗീകാരമായിട്ട് കൊടുക്കുന്ന ടൈറ്റിൽസാണ് ഈ പത്മശ്രീ, പത്മഭൂഷൺ എന്നൊക്കെ പറയുന്നത്. മറ്റേതെന്ന് പറയുന്നത് ക്രിട്ടിക്കലി നമ്മുടെ ഒരു ടൈപ്പ് ഓഫ് സുപ്പീരിയോറിറ്റി, അതായത് സൂപ്പർ ഇമ്പോസിങ് പവർ, അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ടൈറ്റിലാണ് ആദ്യം മെൻഷൻ ചെയ്ത ടൈറ്റിൽ. പക്ഷേ രണ്ടാമത് മെൻഷൻ ചെയ്ത ടൈറ്റിൽസ് എന്ന് പറയുന്നത് അത് പ്യുവർലി ബേസ്ഡ് ഓൺ എബിലിറ്റീസ് ഓർ സ്കിൽസ്. അപ്പോൾ അതിന് നമ്മൾ സ്പെഷ്യൽ പരാമർശം കൊടുക്കുക തന്നെ വേണം. അപ്പോൾ ഈ അബോളിഷൻ ഓഫ് ടൈറ്റിൽസിൽ ആദ്യം പറഞ്ഞ ഘടകങ്ങളാണ് പെടുക. അങ്ങനെയുള്ള യാതൊരുവിധ ടൈറ്റിൽസും ഇന്ത്യയിൽ വിളിക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് ലാസ്റ്റ് വൺ, റൈറ്റ് ടു ഈക്വാലിറ്റിയിൽ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. നമ്മുടെ രാജ്യത്ത്
മതങ്ങളും ആചാരങ്ങളും നിലവിൽ വന്ന കാലഘട്ടം മുതൽ തന്നെ ഒരുപാട് നമ്മൾ കേൾക്കുന്ന ഒരു പദമാണ് ഈ അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത്. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് എലിമിനേറ്റ് ചെയ്യപ്പെടണം, അത് അബോളിഷ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് റൈറ്റ് ടു ഇക്വാലിറ്റിയിലെ ലാസ്റ്റായിട്ട് വരുന്ന റൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ സമ്മറൈസ് ചെയ്ത് നോക്കാം. ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. നിയമത്തിന് മുന്നിൽ എല്ലാവരും ഈക്വലാണ്, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള നിയമ സംരക്ഷണം നൽകണം. ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, പ്രൊഹിബിഷൻ ഓൺ ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ. മതത്തിൻ്റെ പേരിൽ യാതൊരു വിധത്തിലുള്ള ഡിസ്ക്രിമിനേഷനും വിവേചനവും പാടില്ല. തേർഡ് വൺ, ഈക്വൽ ആക്സസ് ടു ഷോപ്സ്, ബാത്തിങ് ഗഡ്സ്, ഹോട്ടൽസ് എക്സെട്ര. എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ആക്സസിബിലിറ്റി കൊടുക്കണം. നെക്സ്റ്റ് വൺ, ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ എംപ്ലോയ്മെൻറ്റ്. ജോലി സാധ്യതകളിൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അവർക്ക് അവരുടെ പാർട്ട് കൊടുക്കണം. ദെൻ അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എന്ന് പറയുമ്പോൾ കൾച്ചറലായിട്ട് അല്ലെങ്കിൽ എബിലിറ്റീസിന് കിട്ടുന്ന ടൈറ്റിൽസൊക്കെ അവിടെ തന്നെ നിൽക്കും. അല്ലാതെയുള്ള ബാക്കി ടൈറ്റിൽസ് അതൊക്കെ അബോളിഷ് ചെയ്യപ്പെടണം. യാതൊരു വിധത്തിലുള്ള ടൈറ്റിൽസും പ്രാക്ടീസ് ചെയ്യപ്പെടരുത്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. തൊട്ടുകൂടായ്മ ഒഴിവാക്കണം, അബോളിഷ് ചെയ്യണം, ബഹിഷ്കരിക്കണം. അപ്പോൾ ആർട്ടിക്കിൾ 14 to 18 മെയിനായിട്ട് നമ്മൾ പറയുന്നത് ഇത്രയും റൈറ്റ്സ് ആണ്. ഇനി ഇത് ഏതൊക്കെ ആർട്ടിക്കിളിൻ്റെ അണ്ടറിലാണ് വരിക എന്നുള്ളത് നിങ്ങൾ ഇന്ത്യൻ പൊളിറ്റിയിലാണ് ഡീറ്റെയിൽ ആയിട്ട് വേണ്ടി പഠിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 19 to 22, ദാറ്റ് ഈസ് റൈറ്റ് ടു ഫ്രീഡം. റൈറ്റ് ടു ഫ്രീഡത്തിൽ വരുന്ന കുറച്ച് ആർട്ടിക്കിൾസാണ് നമ്മൾ അടുത്ത ഭാഗത്തിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ഇത് നോക്കാം. റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻസ്. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനും എക്സ്പ്രസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള കഴിവ്. സംസാരിക്കുക, എക്സ്പ്രസ് ചെയ്യാമെന്ന് പറയുമ്പോൾ അവിടെയും കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള പവർ ഉണ്ട്. പക്ഷേ അത് കോണ്ടെക്സ്റ്റ് നോക്കണം. കോണ്ടെക്സ്റ്റ് നോക്കി മാത്രമേ നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. എന്തും വിളിച്ച് പറയാമെന്നുള്ള റൈറ്റൊന്നും നമുക്കില്ല. നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ അത് ലോക്ക് എതിരല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് സംസാരിക്കാം. ദെൻ അസംബിൾ പീസ്ഫുള്ളി. എവിടെ വേണമെങ്കിലും ചെല്ലാനുള്ള, അസംബിൾ ചെയ്യാനുള്ള റൈറ്റ്സ്, പീസ്ഫുള്ളി അസംബിൾ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഫോം അസോസിയേഷൻ. നമുക്ക് നമ്മുടേതായിട്ടുള്ള അസോസിയേഷൻസ് ഫോം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതിനിപ്പോൾ എഡ്യൂക്കേഷണൽ ആയാലും റിലീജിയസ് ആയാലും നമുക്ക് അസോസിയേഷൻസ് ഫോം ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. ദെൻ മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ടെറിട്ടറിയിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം. ആൻഡ് റിസൈഡ് ആൻഡ് സെറ്റിൽ ഇൻ എനി പാർട്ട് ഓഫ് ഇന്ത്യ, പ്രാക്ടീസ് എനി പ്രൊഫഷൻ ഓർ ടു ക്യാരി ഓർ എനി ഓക്യുപ്പേഷൻ, ട്രേഡ് ഓർ ബിസിനസ്. ഇന്ത്യയിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും സെറ്റിൽ ചെയ്യാനും നമുക്കിഷ്ടപ്പെട്ട പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യാനും എന്ത് ഓക്യുപ്പേഷൻ ചെയ്യാനുമുള്ള റൈറ്റ് നമുക്കുണ്ട്. ആൻഡ് റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി, ജീവിക്കാനുള്ള അവകാശം. ആൻഡ് റൈറ്റ് ഓഫ് ദി അക്യൂസ്ഡ് ആൻഡ് കൺവിക്ട്സ്, കുറ്റം ചുമത്തപ്പെട്ടവരുടെ അവകാശങ്ങൾ. അപ്പോൾ കുറ്റം ചുമത്തപ്പെട്ടവരുടെ അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്കും സ്പെഷ്യൽ പരിഗണനകളുണ്ട്. ആ പരിഗണനകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഈ ചാപ്റ്ററിൽ 3 കാര്യങ്ങളാണുള്ളത്. ആ 3 കാര്യങ്ങൾ നമ്മൾ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് റൈറ്റ് ടു ഫ്രീഡത്തിൽ മെയിനായിട്ട് വരുന്നത്. 19 to 22 ഈ ആർട്ടിക്കിൾസ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം. സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അസംബിൾ പീസ്ഫുള്ളി, ഫോം അസോസിയേഷൻ, മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ, reside and settle in any part of India, practice any profession or to carry on any occupation, trade or business, and right to life and liberty, and last one, right of the accused and convicts. അപ്പോൾ അതാണ് അടുത്ത റൈറ്റ്സ്, സെറ്റ് ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് 23 and 24, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ചൂഷണങ്ങൾക്കെതിരെയുള്ള അവകാശം. ചൂഷണങ്ങൾക്കെതിരെയുള്ള അവകാശം എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഇവിടെ വരുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് ബഗാറാണ്, ഒന്ന് ചൈൽഡ് ലേബറാണ്, അല്ലെങ്കിൽ പിന്നെ ഫോഴ്സ്ഡ് ലേബറാണ്. ഇപ്പോൾ കുട്ടികളെയൊക്കെ പണ്ട് കാലത്ത് ഈ മെഷീൻസ് ക്ലീൻ ചെയ്യാനൊക്കെ ഈസിലി അവനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം അവരുടെ ബോഡി ഭയങ്കര തിന്നാണ് ആൻഡ് ചെറുതാണ്. അപ്പോൾ മെഷീൻസിൻ്റെ ഉള്ളിൽ കയറി ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും. അതെന്നൊക്കെ പറയുന്നത് അത്രയും ഹസാഡസ് ആയിട്ടുള്ളൊരു സർക്കംസ്റ്റാൻസസ് ആണ്. അവിടെ വെച്ചാൽ കുട്ടികൾക്ക് എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. ഈ മെഷീൻസിലൊക്കെ പെട്ടിട്ട് എത്ര പേര് മരിച്ചിട്ടൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന്, അതുപോലെ ഫോഴ്സ്ഡ് ലേബർ, ഒരാളെ നമുക്ക് ഫോഴ്സ് ചെയ്തിട്ട് ഇന്നത് ചെയ്യുമെന്ന് പറയാനുള്ള റൈറ്റ് ഇല്ല. അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം ചൂസ് ചെയ്യാൻ അവർക്ക് സാധിക്കും. അപ്പോൾ അതിനെതിരെയുള്ള റൈറ്റ്. അപ്പോൾ അതൊക്കെയാണ് റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. ജോലി സ്ഥലത്തോ മറ്റേതെങ്കിലും കാര്യങ്ങളിലോ ഉള്ള എല്ലാവിധ ചൂഷണങ്ങളെയും എതിർക്കുക.
എല്ലാത്തിനും എതിർത്ത് മാറ്റുക. അതാണ് ഈ ഒരു റൈറ്റിൽ ഉദ്ദേശിക്കുന്നത്. ആർട്ടിക്കിൾ 23 and 24 ആണ് ഇത് ഡീൽ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. പ്രൊഹിബിഷൻ ഓഫ് ഫോഴ്സ്ഡ് ലേബർ പ്രൊഹിബിറ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഹസാഡസ് ജോബ്സ്. ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് കാര്യം. കുട്ടികളെ ഹസാഡസ് ആയിട്ടുള്ള ജോബ് സെക്ടറിൽ യൂസ് ചെയ്യുക, അതൊക്കെ പ്രൊഹിബിറ്റ് ചെയ്യുക. അത് രണ്ടുമാണ് ആർട്ടിക്കിൾ 23 and 24 പറയുന്നത്. ദാറ്റ് ഈസ് കമ്മിങ് അണ്ടർ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അടുത്ത റൈറ്റ് എന്ന് പറയുന്നത് 25 to 28, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. നമുക്കിഷ്ടപ്പെട്ട മതത്തെ ആചരിക്കാനും പ്രാക്ടീസ് ചെയ്യാനും പ്രൊഫസ് ചെയ്യാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനുമുള്ള ഒരു റൈറ്റ്, അതാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ അതിൽ വരുന്ന 2 റൈറ്റ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫ്രീഡം ഓഫ് കൺസേൺസ് ആൻഡ് പ്രൊഫഷൻ, ദെൻ ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫെയർസ്, ഫ്രീഡം ടു ഗിവ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് ഇൻ സർട്ടൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ കൺസേൺസ് ആൻഡ് പ്രൊഫസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ആൻഡ് ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫെയർസ്, റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള റൈറ്റും ഉണ്ട്. അതാണ് ആർട്ടിക്കിൾ 25 to 28 റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ്റെ അണ്ടറിൽ വരുന്നത്. ദെൻ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ഓഫ് മൈനോറിറ്റി ഗ്രൂപ്പ്സ്. മൈനോറിറ്റിയിൽ മെയിനായിട്ട് പറയുന്നത് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയും റിലീജിയസ് മൈനോറിറ്റിയുമാണ്. ഇതിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. പ്രൊട്ടക്ഷൻ ഓഫ് ലാംഗ്വേജ് കൾച്ചർ ഓഫ് മൈനോറിറ്റീസിൻ്റെ ലാംഗ്വേജ് പ്രൊട്ടക്റ്റ് ചെയ്യുക, കൾച്ചർ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതാണ് ഒന്നാമത്തെ റൈറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള റൈറ്റ്. ഇങ്ങനെ ഈ ഒരു ഇതിൻ്റെ അണ്ടറിലാണ് നമ്മുടെ ആർട്ടിക്കിൾ 29, 30 കേട്ടോ. ഇതിൻ്റെ അണ്ടറിലാണ് നമ്മുടെ അലിഗ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഒരു കേസ് ഇപ്പോൾ ഈ ഇയറിൽ വന്നിരുന്നു. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കൂ, ഒന്ന് നോക്കി നോക്കൂ കേട്ടോ, എന്താണ് അതിൻ്റെ അണ്ടറിൽ വന്നിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അതങ്ങനെ വന്നിരിക്കുന്നത് എന്നൊക്കെ നോക്കണേ. മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ എന്തൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ എന്നുള്ളത് നിങ്ങളൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് വെക്കുക കേട്ടോ. കണ്ടുപിടിച്ച് വെക്കുക എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമുക്ക് UPSCയുടെ ഒരു സ്പെഷ്യൽ ഫീച്ചറാണ്. അതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രസമാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ നമ്മളതെങ്ങനെ കറണ്ട് അഫയേഴ്സായിട്ട് റിലേറ്റ് ചെയ്യാമെന്നൊക്കെ നമുക്കപ്പോൾ നോക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് മൈനോറിറ്റീസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ മൈനോറിറ്റീസിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്, കോണ്ടെക്സ്റ്റുകൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കണം, അതെന്തൊക്കെയാണ് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ അലിഗ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ എന്തൊരു കേസുണ്ട്, അത് നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കാം. ആൻഡ് ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 32 ആണ് പറയുന്നത്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി. ഇവിടെ മെയിനായിട്ടും കുറച്ച് റിട്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മുടെ സുപ്രീം കോടതിന് ഇഷ്യൂ ചെയ്യാൻ വരുന്ന സെർട്ടൻ റിട്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഹൈക്കോടതിനും റിറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള പവറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 14 to 32 മെയിനായിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെയാണ് ഡീൽ ചെയ്യുന്നത്. അത് വരുന്ന പാർട്ട് ഏതാണ്? പാർട്ട് 3 ആണ്. മേജർലി 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണുള്ളത്. 7 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു. റൈറ്റ് ടു പ്രോപ്പർട്ടി കൂടെ ഉണ്ടായിരുന്നു. റൈറ്റ് ടു പ്രോപ്പർട്ടി പിന്നെ നമ്മൾ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നിന്ന് മൂവ് ചെയ്തിട്ട് അതൊരു ലീഗൽ റൈറ്റായിട്ട് മാറ്റി. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഈ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ ഹോളായിട്ട് നോക്കാൻ വേണ്ടി പോവുകയാണ്. ആർട്ടിക്കിൾ വൈസ് അല്ല. റൈറ്റ് ടു ഈക്വാലിറ്റിയുടെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്, റൈറ്റ് ടു ഫ്രീഡം അതിൻ്റെ അണ്ടറിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണ്, നമ്മളൊന്ന് ഹോളായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ എന്തായിരുന്നു? റൈറ്റ് ടു ഈക്വാലിറ്റി ആയിരുന്നു. ആർട്ടിക്കിൾ 14 to 18 അത് വരുന്നത്. അപ്പോൾ അതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ഇങ്ങോട്ട് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. റൈറ്റ് ടു ഈക്വാലിറ്റി ട്രൈസ് ടു ഡു അവേ വിത്ത് സച്ച് and other discrimination. It provides for equal access to public places like shops, hotels, places of entertainment, wells, bathing huts and places of worship. There cannot be any discrimination in this access on the basis of caste, creed, color, sex, religion or place of birth. It also prohibits any discrimination in public employment on any of the above mentioned basis. This right is very important because our society did not practice equal access in the past. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ റൂട്ട് കിടക്കുന്ന ലാസ്റ്റ് സെൻറ്റൻസ് കണ്ടോ? ഈക്വൽ ആക്സസ് നമ്മുടെ പാസ്റ്റിൽ കൊടുക്കാതിരുന്നത് കൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻസ് റൈറ്റ് ഈക്വാലിറ്റിക്ക് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ എവിടേക്കാണ് ഈക്വൽ ആക്സസ് വേണമെന്ന് പറയുന്നത്? ഷോപ്സിൽ, ഹോട്ടൽസിൽ, പ്ലേസസ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്, അതായത് ഇപ്പോൾ TV കാണാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു തിയേറ്ററിൽ സിനിമയ്ക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ, ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ, ഇനി വെൽസിൽ, പബ്ലിക് വെൽസിലൊക്കെ വെള്ളം കുടിക്കാനൊക്കെ പൊതുകിണറിൽ നിന്ന് വെള്ളം കുടിക്കാൻ വെള്ളം കോരിക്കഴിഞ്ഞാൽ പ്രശ്നമുള്ള കാലമായിരുന്നു പണ്ടത്തെ കാലം.
അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ പബ്ലിക് ബാത്തിങ് ഗട്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ പ്ലേസസ് ഓഫ് വർഷിപ്പ്. അമ്പലങ്ങളിൽ പോലും നമുക്ക് ഈക്വലി ആക്സസിബിൾ ആയിരുന്നില്ല. നമ്മുടെ വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം ഒക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷനൊക്കെ വന്നത് എന്തിനാന്ന് വരെ ആലോചിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ, അല്ലേ? അപ്പം അത്രത്തോളം ഇനീക്വാലിറ്റി എക്സിസ്റ്റ് ചെയ്തിരുന്നൊരു കാലഘട്ടത്തിൻ്റെ ഉത്തരം എന്നോളമാണ് നമ്മൾ ഇന്ന് ഇക്വാലിറ്റിക്ക് ഇത്ര അധികം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതും ഒരു ഫണ്ടമെൻ്റൽ റൈറ്റായിട്ട് അതിനെ ഇപ്പോഴും കൺസിഡർ ചെയ്ത് അത്രയും സ്ട്രോങ് ആക്കി ഒരു ബേസിക് ഫീച്ചറാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതും. ആൻഡ് ഓൾസോ ഇത് എല്ലാ തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും എഗെയിൻസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ പബ്ലിക് എംപ്ലോയ്മെൻറ്റിലായിക്കോട്ടെ, ഏതൊരു സെക്ടറിലായിക്കോട്ടെ, യാതൊരുവിധ പരിഗണനയും ആർക്കും കൊടുക്കരുത്. എല്ലാവർക്കും ഈക്വൽ ആക്സസിബിലിറ്റി വേണം, എല്ലാവർക്കും അവിടെ ഈക്വാലിറ്റി വേണം. ആൻഡ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടായത്. ആൻഡ് പ്രാക്ടീസ് ഓഫ് അൺടച്ചബിലിറ്റി, ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്ത ഫീച്ചേഴ്സാണ്. പക്ഷെ ഇതൊരു സമ്മറി പോലെ നമ്മൾ വീണ്ടും പറയുകയാണ്. ഇനീക്വാലിറ്റിയുടെ ഏറ്റവും ക്രൂവലായിട്ടുള്ളൊരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നതാണ് എന്ത്? അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത്. ഈ ഒരാളെ അടുത്തിരിക്കുന്ന ഒരാളെ തൊടാൻ പാടില്ല, അത് തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്യുവർ അല്ലാതെ ആവും, നമ്മൾ ഇംപ്യുവർ ആവും, ഇത്രയും നാൾ നമ്മൾ സീക്രഡ് ആണ്. അത് സീക്രഡ് ആൻഡ് പ്രൊഫൈൻ എന്നുള്ള കോൺസെപ്റ്റ് അതൊക്കെ നമ്മളിപ്പോൾ ഓർക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വന്തം വർഗത്തിൽ പെട്ടുന്ന ഒരു മനുഷ്യനെ തൊട്ടാൽ പോലും അശുദ്ധമാണ് എന്ന് ചിന്തിച്ചിരുന്ന കാലം. നമ്മൾ ചില മൂവീസിലൊക്കെ നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റില്ലേ, നമ്മുടെ സെല്ലുലോയിഡ് എന്ന് പറഞ്ഞ മൂവിയിൽ ആ പാട്ടിലെ സീനിൽ തമ്പുരാന്മാരിങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഈ റോസി എന്ന് പറഞ്ഞ ക്യാരക്ടർ നടന്നു പോകുമ്പോൾ വഴി മാറ്റി വിടുന്ന ഒരു സീക്വൻസ് അതിൽ പ്ലേ ചെയ്യുന്നുണ്ട്. കാണുമ്പോൾ അത് ഇപ്പം എൻ്റെ കുട്ടിക്കാലത്തായാലും ഞാൻ കാണുന്ന സമയത്തൊക്കെ എനിക്കത് ഭയങ്കര കൗതുകമായിരുന്നു, അറിയണ്ടായിരുന്നില്ലേ. പക്ഷെ ഇപ്പം അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ചോരൊക്കെ തിളയ്ക്കും, അല്ലേ? കാരണം അത്രത്തോളം ക്രൂവലായിരുന്നു നമ്മുടെ സൊസൈറ്റിയിലുള്ള മനുഷ്യരെന്ന് നമ്മൾ ആലോചിച്ച് പോവുകയാണ്. അപ്പോൾ അതൊക്കെയാണ് പറയുന്നത് ഇവിടെ. ഈ അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്തതും എന്തിൻ്റെ അണ്ടറിലാണ്? റൈറ്റ് ടു ഈക്വാലിറ്റിയുടെ അണ്ടറിലാണ്. അപ്പോൾ ഈക്വാലിറ്റി, സ്റ്റാറ്റസ് ഓഫ് ഈക്വൽ സ്റ്റാറ്റസ് ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ഈ ടേംസൊക്കെ നമ്മുടെ പ്രിയാമ്പിളിൽ തന്നെ മെൻഷൻ ചെയ്തിരിക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നതും ഇത്രമാത്രം അത് സൊസൈറ്റിയിൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ട് മാത്രമാണ്. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ടേംസൊക്കെ നമ്മുടെ പ്രിയാമ്പിളിൽ സ്പെഷ്യലി മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, പ്രിയാമ്പിൾ ഞാൻ നിങ്ങളോട് പഠിക്കാനും പറഞ്ഞിരുന്നു. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കീവേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് നോക്കാം അടുത്തത്. The Constitution clarifies that the government can implement special schemes and measures for improving the condition of certain sections of the society, that is children, women and the social and educationally backward classes. അപ്പോൾ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ റിസർവേഷൻസ്. അതിപ്പോൾ സ്കൂളിലായാലും ജോബിലായാലും പല ടൈപ്പ് ഓഫ് റിസർവേഷൻസ് ഉണ്ട്. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, പിന്നെ അതർ മൈനോറിറ്റീസ്, കുട്ടികൾക്ക്, സ്ത്രീകൾക്ക്, ഇവർക്കൊക്കെ പല വിധത്തിലുള്ള പരിഗണനകൾ കൊടുക്കുന്നുണ്ട്. ഇവർക്കൊക്കെ ഈ പരിഗണനകൾ കൊടുക്കാനുള്ള റീസൺ എന്താണ്? ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നുണ്ട്. ഇക്വാലിറ്റി എല്ലാവർക്കും വേണമെന്നുള്ള ആ ഒരു കോണ്ടെക്സ്റ്റിനെ കൗണ്ടർ ചെയ്യാണ് ഇപ്പോൾ വന്ന സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഇവർക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കണമെന്ന് പറയുമ്പോൾ അവിടെ ഇക്വാലിറ്റി വരുന്നില്ലേ? അവിടെ സത്യത്തിൽ നമ്മൾ ഇക്വിറ്റി എന്ന് പറയുന്ന ടേമിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കാരണം ഇക്വാലിറ്റിയുടെ കാര്യം എടുക്കുമ്പോൾ സ്ത്രീകൾക്ക് പണ്ട് നമ്മുടെ സമൂഹത്തിൽ പുരുഷന്മാർക്ക് കിട്ടിയിരുന്ന എല്ലാ അവകാശങ്ങളും കിട്ടിയിരുന്നോ? സതി സിസ്റ്റം കേട്ടിട്ടില്ലേ നിങ്ങൾ? വിഡോ റീമാരേജിനെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ചൈൽഡ് മാരേജിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അപ്പോൾ പണ്ടത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ എന്താ പറയുക, വിക്ടിമൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സമൂഹമാണ്. അപ്പോൾ അവർക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്തേ പറ്റുള്ളൂ. അല്ലാതെ അവർക്ക് സ്വയമായിട്ട് ഇനിയൊരു ചേഞ്ചസ് വരുത്താൻ പെട്ടെന്ന് സാധിക്കണമെന്നില്ല. അപ്പോൾ അതിന് അത്രയും സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനത്തെ പ്രൊവിഷൻസ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും ബോൾഡ്നെസ്സും കൊണ്ട് സ്ത്രീകളും കുട്ടികളും ആരായാലും ഇപ്പോൾ അങ്ങനെയുള്ള ഡിസ്പാരിറ്റീസ് ഒന്നുമില്ല. എല്ലാവരും ഈക്വലായിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കുക. അവർക്ക് അങ്ങനെ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്താൽ മാത്രമേ ഈക്വാലിറ്റി അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഗവൺമെൻറ് അവർക്ക് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ബാക്ക്വേർഡ് ക്ലാസ്സസ്, മൈനോറിറ്റി, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലാതെ തന്നെ വേറെ സേഫ് ഗാർഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ.
ഇന്ത്യൻ പൊളിറ്റിയിൽ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അത് ഓരോ ഓർഗനൈസേഷനെ പറ്റിയും പറയുന്നുണ്ട്, അതിൻ്റെ കോമ്പോസിഷൻ പറയുന്നുണ്ട്, ആൻഡ് അവരുടെ ഫങ്ഷൻസും ഒബ്ജക്റ്റീവ്സും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ റൈറ്റ് ടു ഈക്വാലിറ്റിയിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും ഈക്വാലിറ്റി വേണം. അതിപ്പോൾ എന്തൊരു കാര്യമായാലും, പബ്ലിക് എംപ്ലോയ്മെൻറ്റ് ആയിക്കോട്ടെ, എങ്ങോട്ടെങ്കിലും ആയിക്കോട്ടെ, ആക്സസിബിലിറ്റി ആയിക്കോട്ടെ, എല്ലാത്തിലും ഈക്വാലിറ്റി വേണം. പിന്നെ സ്പെഷ്യൽ പ്രിവിലേജ് കൊടുക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ്. അവിടെ പറയുമ്പോൾ റിസർവേഷനെ പറ്റിയും സംസാരിക്കണം. ഓക്കെ, അതൊക്കെയാണ് നമ്മുടെ ആ ഒരു സെക്ഷനിൽ വരുന്നത്. ഇനി ആർട്ടിക്കിൾ 16 ആർട്ടിക്കിൾ 21 ഇവിടെ പറയുന്നുണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് ഹോളായിട്ട് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് 6 എന്തൊക്കെയാണെന്നുള്ളത് ഓടിച്ചൊന്ന് നോക്കാം. അടുത്ത റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു ഫ്രീഡം ആണ്. റൈറ്റ് ടു ഫ്രീഡം നമുക്ക് എന്താണെന്ന് നോക്കാം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം കേട്ടോ. ഈക്വാലിറ്റി ആൻഡ് ഫ്രീഡം ഓർ ലിബർട്ടി ആർ ദ 2 റൈറ്റ്സ് ദാറ്റ് ആർ മോസ്റ്റ് എസെൻഷ്യൽ ടു എ ഡെമോക്രസി. അപ്പോൾ ഈക്വാലിറ്റിയുടെ ഒപ്പം തന്നെ അത്രത്തോളം തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു റൈറ്റാണ് നമ്മുടെ ഫ്രീഡം എന്ന് പറയുന്നത്. ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു കൺട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബേസിക് ആയിട്ട് വേണ്ട 2 എസെൻസ് ആണ്, 2 എസെൻഷ്യൽ വാല്യൂസ് ആണ് എന്തൊക്കെ? ഈക്വാലിറ്റി ആൻഡ് ലിബർട്ടി ഓർ ഫ്രീഡം, either term can be used. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു തിങ്ക് ഓഫ് ദി വൺ വിത്തൗട്ട് തിങ്കിങ് ഓഫ് ദ അതർ. ഒന്നില്ലാതെ മറ്റൊന്നിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. രണ്ടും കൂടി റിലേറ്റഡ് ആണ്. അത് രണ്ടും അസോസിയേറ്റഡ് ടേംസ് ആണ്. ഫങ്ഷൻസും അസോസിയേറ്റഡ് ആണ്. ആൻഡ് ലിബർട്ടി മീൻസ് ഫ്രീഡം ഓഫ് തോട്ട്, എക്സ്പ്രഷൻ ആൻഡ് ആക്ഷൻ. നമുക്ക് ചിന്തിക്കാനുള്ള അവകാശം, എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശം, ആക്ട് ചെയ്യാനുള്ള അവകാശം, ഇതൊക്കെയാണ് നമ്മുടെ ലിബർട്ടിയിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് ലിബർട്ടിയിൽ ഫ്രീഡത്തിൽ വരുന്നുള്ളൂ. നമുക്ക് നോക്കാം. ദെൻ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്നത് നമുക്ക് ജീവിക്കാനുള്ള അവകാശം വേണ്ടേ? നോ സിറ്റിസൺ ക്യാൻ ബി ഡിനൈഡ് ഹിസ് ഓർ ഹെർ ലൈഫ് എക്സെപ്റ്റ് ബൈ പ്രൊസീജിയർ ആസ് ലേ ഡൗൺ അണ്ടർ ദ ലോ. ഒരു നിയമത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യാത്ത പക്ഷം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ജീവിതം നമുക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ക്രൈംസ് ചെയ്യാതിരിക്കുക. ക്രൈംസ് ചെയ്താലാണ് പണിഷ്മെൻറ്റ് കിട്ടുക. അപ്പോൾ ക്രൈംസ് ചെയ്യാതിരിക്കുക, നമ്മുടെ റൈറ്റ്സ് നമ്മൾ ആക്സസ് ചെയ്തുകൊണ്ട് നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആ സൊസൈറ്റിയിൽ അടിപൊളിയായിട്ട് ജീവിക്കാൻ വേണ്ടി സാധിക്കും. എന്തെങ്കിലും ക്രൈംസോ പ്രശ്നങ്ങളോ വരുന്ന സമയത്താണ് അവിടെ പണിഷ്മെൻറ്റ്സ് വരുന്നത്, കോൺഫ്ലിക്ട്സ് വരുന്നത്. അപ്പോൾ അതൊന്നുമില്ലാതെ ജീവിക്കാനുള്ള റൈറ്റ് എല്ലാവർക്കും റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ഉണ്ട്. പക്ഷേ അത് വയലേറ്റ് ചെയ്യാതെ നോക്കേണ്ടതും നമ്മൾ തന്നെയാണ്. വയലേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കാണ്ട് നോക്കേണ്ടതും നമ്മൾ തന്നെയാണ്. പിന്നെ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ആളേനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും കുറച്ച് റൈറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കുമെന്ന്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദാറ്റ് നോ വൺ ക്യാൻ ബി അറസ്റ്റഡ് വിത്തൗട്ട് ബീയിങ് ടോൾഡ് ദ ഗ്രൗണ്ട്സ് ഫോർ സച്ച് ആൻ അറസ്റ്റ്. ഇഫ് അറസ്റ്റഡ് ദ പേഴ്സൺ ഹാസ് ദ റൈറ്റ് ടു ഡിഫെൻഡ് ഹിംസെൽഫ് ബൈ എ ലോയർ ഓഫ് ഹിസ് ചോയ്സ്. Also, it is mandatory for the police to take that person to the nearest magistrate within 24 hours. The magistrate who is not part of the police will decide whether the arrest is justified or not. ഈവൻ അറസ്റ്റ് ചെയ്യപ്പെട്ട പേഴ്സണ് പോലും ആളുടേതായിട്ടുള്ള റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തിനാണ് താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടതെന്നുള്ളത് അറിയാനുള്ള അവകാശം ഫസ്റ്റ് ഓഫ് ഓൾ ആൾക്കുണ്ട്. ആളിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം 24 മണിക്കൂറിനുള്ളിൽ പോലീസ് എവിടെ ഹാജരാക്കണം? മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. മജിസ്ട്രേറ്റാണ് ചെക്ക് ചെയ്യുന്നത് ഹീസ് അക്യൂസ്ഡ് ഓർ നോട്ട്. അക്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ആൾക്ക് സിവിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് ഫോളോ ചെയ്തു വരും. ഇല്ലെങ്കിൽ ആളെ ഫ്രീ ആക്കിയിട്ട് വിടും. അത് ഡിസൈഡ് ചെയ്യുന്നത് മജിസ്ട്രേറ്റാണ്. അപ്പോൾ ഇറ്റ്സ് ക്ലിയർ ദാറ്റ് എൻ അക്യൂസ്ഡ് പേഴ്സൺ ഓൾസോ ഹാവ് സർട്ടൻ റൈറ്റ്സ്. അതാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ. അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ഒരു ക്രൈം ചെയ്തതിന് ശേഷം ഒരാളെന്നെ നമ്മൾ അറസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ക്രൈം നടന്നതിന് ശേഷം നമുക്കൊരു ആക്ച്വൽ ആയിട്ടുള്ള ആളെ കിട്ടിയില്ല എന്ന് വെക്കൂ. അപ്പോൾ നമുക്കൊരു സംശയമാണ് ഇയാളായിരിക്കും ചെയ്തത്, അല്ലെങ്കിൽ ഇയാൾ ഇത് ചെയ്യാൻ സാധ്യതയുണ്ട്, ഫ്യൂച്ചറിൽ ഹാപ്പൻ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രൈം ആളിത് ചെയ്യാൻ സാധ്യതയുണ്ട്, ഒരു പ്രോബബിലിറ്റി ഉള്ളതിൻ്റെ പേരിൽ ആ ഒരു ആക്ടിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൻ ചെയ്ത് കസ്റ്റഡിയിലിടും. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. If the government feels that a person can be a threat to law and order or to the peace and security of the nation, it can detain or arrest that person. മനസ്സിലായല്ലോ? ഗവൺമെൻറ്റിന് തോന്നുകയാണ് ഒരാൾ ഭാവിയിൽ എന്തെങ്കിലും ഒരു ലോയ്ക്ക് എതിരെയോ സമാധാനത്തിനെതിരെയോ സെക്യൂരിറ്റിക്കെതിരെയോ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിക്കെതിരെയോ എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നിയാൽ ആ പേഴ്സണെ അറസ്റ്റ് ചെയ്ത് ഡീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് ഗവൺമെൻറ്റിനുണ്ട്. ഇതിനെയാണ് നമ്മൾ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത്. ഇത് എത്ര നാൾ വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ?
3 months വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ കാലാവധി ഉണ്ട് 3 months. ഓക്കെ. ആഫ്റ്റർ 3 months such a case is brought before an advisory board for review. ആഫ്റ്റർ 3 മാസത്തിന് ശേഷം ഒരു അഡ്വൈസറി ബോർഡിൻ്റെ അണ്ടറിൽ വെച്ചിട്ട് റിവ്യൂ ചെയ്യും, അത് വാലിഡ് ആണോ അല്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് പറയുന്നത്. ആൻഡ് അടുത്ത സെക്ഷനിൽ നമ്മൾ പറയുന്നത് മറ്റ് ഫ്രീഡംസിനെ കുറിച്ചാണ് പറയുന്നത്. മറ്റ് ഫ്രീഡംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഈസ് സബ്ജക്ട് ടു റെസ്ട്രിക്ഷൻസ് സച്ച് ആസ് പബ്ലിക് ഓർഡർ, പീസ് ആൻഡ് മൊറാലിറ്റി എക്സെട്ര. റൈറ്റ് ടു സ്പീച്ച് എക്സ്പ്രഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ അതിനും ഒരു പരിധിയുണ്ട്. പബ്ലിക് മൊറാലിറ്റിക്ക് എതിരെയായിട്ടോ അല്ലെങ്കിൽ പീസിനെതിരെയായിട്ടോ പബ്ലിക് ഓർഡറിനെതിരെയായിട്ടോ നമുക്ക് എന്തും വിളിച്ച് പറയാനുള്ള റൈറ്റ് ഇല്ല. ഒരു കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള റൈറ്റ് നമുക്കില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ റൈറ്റ് ടു freedom of speech, and the government may impose restrictions in certain areas declaring the assembly of 5 or more persons as unlawful. Such powers can be easily misused by the administration. The genuine protest against an act or policy of government by the people may be denied permission. ജനങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള ആക്സിനൊക്കെ സപ്പോർട്ട് ചെയ്യപ്പെടും, അല്ലാതെ ആവശ്യമില്ലാതെയുള്ള കൂടിച്ചേരലുകൾ, ആവശ്യമില്ലാതെയുള്ള പ്രശ്നങ്ങൾ അതിനൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും. അതിനൊക്കെ എപ്പോഴും അതിനുള്ള റൈറ്റൊന്നും ഇല്ല. റൈറ്റ്സ് ഉണ്ട് എന്ന സോഷ്യൽ വെൽഫെയറിന് എഗെയിൻസ്റ്റ് ആയിട്ട് പബ്ലിക് ഓർഡറിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ളൊരു റൈറ്റ് ഒരു സിറ്റിസന് ഇല്ല. അത് ക്ലിയർ കട്ടായിട്ടാണ് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് പോവാം. റൈറ്റ് ഓഫ് അക്യൂസ്ഡ്. അക്യൂസ്ഡിന് റൈറ്റ് ഉണ്ട്, 3 റൈറ്റ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. 3 റൈറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോ പേഴ്സൺ വുഡ് ബി പണിഷ്ഡ് ഫോർ ദ സെയിം ഒഫൻസ് മോർ ദാൻ വൺസ്. ഒരു ക്രൈം ഒരാൾ ചെയ്തു, ആ ക്രൈമിന് ആളെ ഒന്നിൽ കൂടുതൽ തവണ ശിക്ഷിക്കാനുള്ള അവകാശം ഇല്ല. ഒരു ക്രൈമിന് ഒരു പണിഷ്മെൻറ്റ്, അതവിടെ തീരുന്നു. അതിനുശേഷം വീണ്ടും 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 ഫോളോ ചെയ്തിട്ടുള്ള പണിഷ്മെൻറ്റ്സ് ഏറ്റുവാങ്ങേണ്ട ആവശ്യം ആൾക്കും ഇല്ല, കൊടുക്കാനുള്ള റൈറ്റ് ബാക്കി ആർക്കും ഇല്ല. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു അക്യൂസ്ഡ് പേഴ്സൻ്റെ റൈറ്റാണ്. ദാറ്റ് ഈസ് നോ പേഴ്സൺ വുഡ് ബി പണിഷ് ഫോർ ദ സെയിം ഒഫൻസ് മോർ ദാൻ വൺസ്. സെയിം ഒഫൻസ് മോർ ദാൻ വൺസ്, കീവേഡ് ഈസ് സെയിം ഒഫൻസ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നോ ലോ ഷാൾ ഡിക്ലെയർ എനി ആക്ഷൻ ആസ് ഇല്ലീഗൽ ഫ്രം എ ബാക്ക് ഡേറ്റ് ആൻഡ് നോ പേഴ്സൺ ഷാൾ ബി ആസ്ക്ഡ് ടു ഗിവ് എവിഡൻസ് അഗെയിൻസ്റ്റ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്. ഒരാൾക്കും ഇല്ലീഗലായിട്ടുള്ളൊരു ആക്ഷൻ നടത്താനുള്ള റൈറ്റ് ഇല്ല. ആൻഡ് ഓൾസോ ആൾക്ക് നോ പേഴ്സൺ ഷോൾ ബി ആസ്ക് ടു ഗിവ് എവിഡൻസ് അഗെയിൻസ്റ്റ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്. അവർക്കെതിരെ ആയിട്ടുള്ള തെളിവുകൾ കൊടുക്കാനുള്ള റൈറ്റും ഇല്ല. എഗെയിൻസ്റ്റ് ആയിട്ടോ ആൾക്ക് വേണ്ടിയിട്ടുള്ള തെളിവുകൾ കൊടുക്കാനുള്ള റൈറ്റും ഇല്ല. അപ്പം അങ്ങനെയൊക്കെയാണ് അത് പറയുന്നത്. ഇനി റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2 സിറ്റുവേഷൻസാണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന് ബെഗാറുണ്ട്, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ചൈൽഡ് ലേബർ ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫോഴ്സ്ഡ് ലേബർ പറ്റില്ല, കുട്ടികളെ ഹസാഡസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ജോബ് ചെയ്യിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല, അതും നമ്മൾ പറഞ്ഞു. അത് രണ്ടുമാണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനിൽ മെയിനായിട്ട് പറയുന്നത്. ദെൻ ഓൾസോ വൺ ഇമ്പോർട്ടൻറ്റ് തിങ്, the constitution also forbids employment of children below the age of 14 years in dangerous jobs like factories and mines. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഫാക്ടറീസിലോ മൈൻസിലോ ഡേഞ്ചറസ് ആയിട്ടുള്ള ജോബ് സർക്കംസ്റ്റാൻസസിൽ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. വിത്ത് ചൈൽഡ് ലേബർ ബീങ് മെയ്ഡ് ഇല്ലീഗൽ ആൻഡ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ബിക്കമിങ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഫോർ ചിൽഡ്രൻ, ദിസ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഹാസ് ബിക്കം മോർ മീനിങ്. ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്റ് വരുന്നത്. ആ റൈറ്റ് വരുന്ന സമയത്ത് ചൈൽഡ് ലേബർ എന്ന് പറയുന്നത് ഇല്ലീഗലായി, റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നുള്ളത് അത്രത്തോളം സപ്പോർട്ട് കിട്ടി. അതുകൊണ്ട് തന്നെ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്റ് കൂടുതൽ അർത്ഥവത്തായി, അതിനൊരു സ്പെഷ്യൽ മീനിങ് കൂടെ വന്നു. ഇനി പറയുന്ന റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, ഫ്രീഡം ഓഫ് ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. നമുക്ക് ഇഷ്ടപ്പെട്ട റിലീജിയനെ പ്രൊഫസ് ചെയ്യാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനുമുള്ള അവകാശമുണ്ട്. അതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. ഫ്രീഡം ഓഫ് ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്, നമുക്കിഷ്ടമുള്ളത് വിശ്വസിക്കാനും നമുക്കിഷ്ടമുള്ളവരെ ആരാധിക്കാനുമുള്ള അവകാശം. എല്ലാ റിലീജിയനും ഈക്വലാണ്, ഈക്വാലിറ്റി ഓഫ് ഓൾ റിലീജിയൻസ്, എല്ലാ റിലീജിയൻസിനും ഈക്വാലിറ്റി ഉണ്ട്. ഇതൊക്കെയാണ് നമ്മളവിടെ മെയിനായിട്ട് പറയുന്നത്. അടുത്തതായിട്ടപ്പോൾ നമ്മൾ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിലെന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. ഇവിടെ ഒരുപാട് കൾച്ചറൽ ഫോംസ് ഉണ്ട്, ഒരുപാട് റിലീജിയൻ ഉണ്ട്, ഒരുപാട് ലാംഗ്വേജ് ഉണ്ട്,
ഒരുപാട് റീജിയൻ ഉണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോരോ കൾച്ചറാണ്. അപ്പോൾ അതെല്ലാം പൊസസ് ചെയ്യാൻ അല്ലെങ്കിൽ അതെല്ലാം പ്രാക്ടീസ് ചെയ്യാനുള്ള റൈറ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ കൾച്ചർ മാത്രം ഫോളോ ചെയ്യാൻ മതി. ആസ് എ കേരളായിട്ട് നമുക്ക് നമ്മുടെ കൾച്ചർ ഫോളോ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. നമ്മളോട് ഒരിക്കലും ആരും വന്നിട്ട് പറയില്ല നിങ്ങൾ വെസ്റ്റ് ബംഗാളിൻ്റെ കൾച്ചർ ഫോളോ ചെയ്യണം, നിങ്ങളത് മസ്റ്റായിട്ടും ഫോളോ ചെയ്യണം എന്ന് ആർക്കും നമ്മളോട് പറയാനുള്ള റൈറ്റ് ഇല്ല. ബിക്കോസ് നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു യൂണീക്ക് കൾച്ചർ ഉണ്ട് ആൻഡ് വി ഹാവ് ദ റൈറ്റ് ടു പ്രാക്ടീസ് ദാറ്റ്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ റൈറ്റ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. നമുക്ക് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള റൈറ്റ് ഓൾറെഡി ഉണ്ട് എന്നുള്ളത്. ആൻഡ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ റിലേറ്റഡ് ടു ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ദാറ്റ് ഈസ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ആർട്ടിക്കിൾ 32 ആണ് അത് പറയുന്നത്. അതിൽ കുറച്ച് റിട്സിനെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് ഇതിനെപ്പറ്റി പറയാമെന്നുണ്ടെങ്കിൽ ഡോക്ടർ BR അംബേദ്കർ has mentioned this as the heart and soul of the constitution. അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഹാർട്ട് ആൻഡ് സോൾ എന്നൊക്കെ പറയുമ്പോൾ ആത്മാവാണെന്നൊക്കെയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ക്യാൻ ഇഷ്യൂ ഓർഡേഴ്സ് ആൻഡ് ഗിവ് ഡയറക്റ്റീവ്സ് ടു ദ ഗവൺമെൻറ് ഫോർ ദ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് റൈറ്റ്സ്. ബോത്ത് ദ സുപ്രീം കോർട്ട് ആൻഡ് ദ ഹൈക്കോർട്ട് ഹാവ് സർട്ടൻ റൈറ്റ്സ്. രണ്ടുപേർക്കും റിറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള പവർ ഉണ്ട്. അത് ഓൾറെഡി മനസ്സിലാക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്നുള്ളത് ഞാനൊന്ന് സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ റെമഡി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിനെ എഗെയിൻസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് സിറ്റിസൺസിന് സപ്പോർട്ടീവായിട്ട് ഉള്ള ഒരു ഫാക്ടറാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിറ്റ്സ് എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടാൻ പാടില്ല. കോൺസ്റ്റിറ്റ്യൂഷണലി ആയിട്ടുള്ള റെമഡീസ് അവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് അഞ്ച് റിറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹേബിയസ് കോർപ്പസ് ആണ്. ഹേബിയസ് കോർപ്പസ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ളൊരു ടൈമാണ്. ഇപ്പോൾ സിനിമകളിലൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കാറില്ലേ ഹേബിയസ് കോർപ്പസ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ എന്താണത് നമുക്ക് നോക്കാം. That is, a writ of habeas corpus means that the court orders that the arrested person should be present before it. ഫസ്റ്റ് സെൻറ്റൻസ് ശ്രദ്ധിക്കുക. ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ട പേഴ്സണെ ഇത്ര സമയത്തിനുള്ളിൽ കോർട്ടിന് മുന്നിൽ ഹാജരാക്കണമെന്ന് കോടതി പറയുകയാണ്. അതാണ് ഫസ്റ്റത്തെ കണ്ടീഷൻ അതിൽ വരുന്നത്. ഹേബിയസ് കോർപ്പസിൻ്റെ ഫസ്റ്റത്തെ കണ്ടീഷൻ അതാണ് പറയുന്നത്. It can also order to set free an arrested person if the manner or grounds of arrest are not lawful or satisfactory. And also അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്നത് അൺലോഫുൾ ആണ് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ടറി അല്ല എന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിനെ ഫ്രീ ആക്കാനുള്ള റൈറ്റും നമ്മുടെ കോടതി കൊടുക്കുകയാണ്. അങ്ങനെയുള്ള റിറ്റിനെ പറയുന്ന പേരാണ് ഹേബിയസ് കോർപ്പസ്. രണ്ട് സിറ്റുവേഷൻസാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. അറസ്റ്റ് ചെയ്ത പേഴ്സണെ എത്ര സമയത്തിനുള്ളിൽ കോർട്ടിന് മുന്നിൽ ഹാജരാക്കുക ആൻഡ് ഓൾസോ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് അൺലോഫുള്ളോ സാറ്റിസ്ഫാക്ടറി അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആളെനെ ഫ്രീ ആക്കി വിടാം. രണ്ടാമത്തത് എന്താണ്? മാൻഡമസ്. This right is issued when the court finds that a particular office holder is not doing legal duty and thereby is infringing on the right of an individual. ഒരു വ്യക്തിയുടെ റൈറ്റിനെ അതിൽ കടന്ന് താൻ ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഒരു വ്യക്തി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓഫീസ് ഹോൾഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന റിട്ടാണ് മാൻഡമസ്. ഓക്കെ, അതായത് ഏതെങ്കിലും ഒരു ഓഫീസ് ഹോൾഡർ ആളുടേതല്ലാത്ത ഫങ്ഷൻസ് ലീഗൽ ഡ്യൂട്ടി മറ്റൊരാളുടെ ഇൻഫ്രിഞ്ച് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കെതിരെ പറയാൻ പറ്റുന്ന റിറ്റാണ് മാൻഡമസ്. തേർഡ് വൺ പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പ്രൊഹിബിറ്റ് ചെയ്യുക. ദിസ് റിറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ എ ഹൈക്കോർട്ട് വെൻ എ ലോവർ കോർട്ട് ഹാസ് കൺസിഡർഡ് എ കേസ് ഗോയിങ് ബിയോണ്ട് ഇറ്റ്സ് ജുറിസ്ഡിക്ഷൻ. ഇപ്പോൾ ഒരു ഹൈക്കോർട്ടിൽ ഒരു കേസ് എടുക്കുന്ന സമയത്ത് ഹൈക്കോർട്ടിൻ്റെ ബിയോണ്ടിൽ വരുന്നൊരു കേസ് വേറൊരു കോർട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അത് തടയാനുള്ള റൈറ്റ് ആർക്കുണ്ട്? നമ്മുടെ ഹൈക്കോർട്ടിനുണ്ട്. അതാണ് പ്രൊഹിബിഷനിൽ പറയുന്നത്, സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോ വാറണ്ടോ. ഇഫ് ദ കോർട്ട് ഫൈൻഡ്സ് ദാറ്റ് എ പേഴ്സൺ ഈസ് ഹോൾഡിംഗ് ഓഫീസ് ബട്ട് ഈസ് നോട്ട് എൻറ്റൈറ്റിൽഡ് ടു ഹോൾഡ് ദാറ്റ് ഓഫീസ് ഇറ്റ് ഇഷ്യൂസ് ദ റിട്ട് ഓഫ് കോ വാറണ്ടോ ആൻഡ് റെസ്ട്രിക്ട്സ് ദാറ്റ് പേഴ്സൺ ഫ്രം ആക്ടിങ് ആസ് ആൻ ഓഫീസ് ഹോൾഡർ. ഇപ്പോൾ ഒരാൾ ഓഫീസിൽ ഹോൾഡ് ചെയ്യാമെന്ന് വെക്കും, ആൾക്ക് അതിനുള്ള യാതൊരുവിധ റൈറ്റും ഇല്ല ആൻഡ് ഹീ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഹോൾഡ് ദാറ്റ് ഓഫീസ് ആൻഡ് കോ വാറണ്ടോ ഈസ് ഇഷ്യൂഡ് ആൻഡ് ഇറ്റ് റെസ്ട്രിക്ട്സ് ദാറ്റ് പേഴ്സൺ ഫ്രം ആക്ടിങ് ആസ് ആൻ ഓഫീസ് ഹോൾഡർ. കോവാറണ്ടോ കൊണ്ടുവന്നിട്ട് ആൾക്ക് അങ്ങനെ ആക്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല എന്ന് പറയുകയും ആളെ റെസ്ട്രിക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ലാസ്റ്റ് വൺ ഈസ് സെർഷ്യോററി. ദാറ്റ് ഈസ് അണ്ടർ ദിസ് റിറ്റ് the court orders a lower court or another authority to transfer a matter pending before it to the higher authority or a court. ഈ റിട്ട് പ്രകാരം കോർട്ട് ഓർഡർ ചെയ്യാണ്, ഒരു ലോവർ കോർട്ടിനോട് ഒരു ഹയർ കോർട്ട് ഓർഡർ ചെയ്യാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അതോറിറ്റി മറ്റൊരു അതോറിറ്റിയോട് ഓർഡർ ചെയ്യാണ് എന്തെങ്കിലും ഒരു പെൻഡിങ് ആയിട്ടുള്ള മാറ്ററിൻ്റെ ട്രാൻസ്ഫറിനെ റിലേറ്റ് ചെയ്തിട്ട്. ഓക്കെ,
അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ റിട്സിൽ പറയണത്. 5 റിട്സ് ആണുള്ളത്. ഹേബിയസ് കോർപ്പസ് ഉണ്ട്, മാൻഡമസ് ഉണ്ട്, പ്രൊഹിബിഷൻ ഉണ്ട്, കോ വാറണ്ടോ ഉണ്ട്, സെർഷ്യോററി ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് പറഞ്ഞ കാര്യങ്ങൾ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് 6 നമ്മൾ പറഞ്ഞു. അതിനെ നമ്മളൊന്ന് ഹോളായിട്ട് നമ്മളതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് അനലൈസ് ചെയ്തു. റിട്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ DPSP നോക്കാം. അതിനുശേഷം DPSPയും ഫണ്ടമെൻ്റൽ റൈറ്റ്സും തമ്മിലുള്ള സിമിലാരിറ്റീസ് ആൻഡ് ഓൾസോ ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഓൾമോസ്റ്റ് ഫിനിഷ് ആവും. അപ്പോൾ ഇന്ന് എല്ലാവരും സെക്കൻഡ് ചാപ്റ്റർ വായിക്കാൻ വേണ്ടി തുടങ്ങണം. വായിച്ച് ഓൾമോസ്റ്റ് ഞാനിപ്പോൾ ഇത് റിട്സ് വരെയാണ് എത്തിയിട്ടുള്ളത്. റിട്സ് വരെ മസ്റ്റായിട്ട് വായിക്കാം. നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്കും വായിച്ചാൽ മതി. നമുക്ക് ഡെയിലി ഒരു 2-3 പേജ് വെച്ച് വായിച്ചാലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഓൾസോ നിങ്ങളുടെ കമൻസ് ഒക്കെ പറയുക. സജഷൻസ് ഉണ്ടെങ്കിൽ അത് പറയുക. ക്ലാസ് എടുക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലാവായിക ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഓപ്പണായിട്ട് പറയുക. ഓപ്പൺ പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഫ്രീഡം ഇവിടെ ഉണ്ട്. അപ്പോൾ ഓപ്പണായിട്ട് പറയാം കേട്ടോ. ക്രിട്ടിസൈസ് ചെയ്യാൻ തോന്നി ക്രിട്ടിസൈസ് ചെയ്യണം. ഒരു മടിയും വേണ്ട. ഓക്കെ താങ്ക് യു.